നമ്മുടെ ക്രിസ്റ്റോ കരാട്ടയ്ക്ക് പോവാ. ഓക്കെ, ഇങ്ങോട്ട് ലോ ഇട്ടേക്കണല്ലോ മറ്റേ കന്നാസും കടലാസും. ഇതിലിന്റെ മണ്ടേ കേറിയിരിക്കുന്ന കൊരങ്ങ്. അമ്മയുടെ കൂടെ അപ്പൻ കേറിയിട്ടുണ്ട്. ആടാൻ വേണ്ടി ട്രൈ ചെയ്ത് കേറാൻ പറ്റാതെ നിൽക്കുന്ന ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കേക്ക്. 1 2 3 ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് മറ്റേ ഇതാണോ, ഹനുമാനാണോ? ഹനുമാൻ കേറാ. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. പുതിയതായി മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത്. പുതിയതായി മൃഗശാല എത്തിച്ച മൃഗങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂട് തുറന്നു വിട്ടു. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളിന്ന് മലയാറ്റൂര് അടിവാരത്ത് ചായ കുടിക്കും. അപ്പൊ ആ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് കണ്ടിട്ട് പോവാം. മമ്മയൊക്കെ അതിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ചായ കുടിക്കാൻ പോവാ. രാത്രി 11 മണിയായി. നമ്മള് ചായ കുടിക്കാൻ പോണേ. അപ്പോൾ ഗൈസ്, നമ്മൾ അടിവാരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്താണ് നമ്മളുടെ മലയാറ്റൂര്. അപ്പോൾ ഞങ്ങൾ കസിൻസായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോറുണ്ട്, നൈറ്റ് റൈഡ് പോലെ. അടിപൊളിയാണ്. നമ്മൾ അങ്ങനെ അടിവാരത്തേക്ക് എത്താൻ പോവാണ്. ഇത് പള്ളിയാണ് കേട്ടോ. ഇനി നമ്മളൊരു കേറ്റ് ഇറങ്ങാൻ പോവാണ്. ഇനി ഒരു ലേക്ക് ആട്ടോ വരാൻ പോകുന്ന കാണിച്ചു തരാം. നല്ല രസാണ് ഇവിടെ. വൈബാണ് ഗൈസ്, വൈബ്. ഇത് നക്ഷത്ര തടാകോ കവാടമാണ് ഗൈസ്. അത് അങ്ങോട്ടേക്കാണ് മലയാറ്റൂരിലേക്ക് കയറാൻ പോകുന്നത്. ഗൈസ് നോക്ക് ഗൈസ്, ഈ ലേക്ക് നമ്മളുടെ ക്രിസ്മസിന്റെ ടൈമിൽ അടിപൊളി വ്യൂ ആണ്. നമ്മളുടെ ലേക്കിന് ചുറ്റും നക്ഷത്രങ്ങൾ ഇങ്ങനെ റൗണ്ടിൽ വെച്ചേക്കുക. അടിപൊളി ലുക്കാണ്. നൈസ് വ്യൂ ഗൈസ്, നോക്ക് ഗൈസ്. അങ്ങ് അറ്റത്ത് കാണുന്നതാണ് മലയാറ്റൂർ. ഇപ്പൊ രാത്രി ആയിട്ടോ കാണാത്തേ. ഒക്കെ വേപ്പാ കിട്ടോ. രാവിലെ കാണാനാണ് ഗൈസ് ഭംഗി. ഇത് മലയാറ്റൂര് കേറാൻ പോകുന്ന എൻട്രൻസ് ആണ് ഗൈസ്. അങ്ങോട്ട് പോണ്ട. കണ്ടോ ഗൈസ്, പട്ടിയൊക്കെ കിടക്കുന്ന നോക്ക്. ഓ ഇങ്ങനെ നമ്മള് മേളേക്ക് കയറിപ്പോ സുഖർന്നല്ലേ ഗൈസ്. അപ്പോ എത്തി നമ്മള് മലയാറ്റൂരിന്റെ കേറുന്ന ഭാഗത്ത് നമ്മൾ എത്തി. ഇവിടെ ചെറിയ ചെറിയ ചിന്ന കടകളുണ്ട് ഗൈസ്. ആ കുഞ്ഞു കട, ഐ മീൻ കൊന്തൊക്കെ വിൽക്കണേ. ഈക്കോടെ ഗൈസ് കണ്ടോ കണ്ടോ തിരിച്ചു. അപ്പം നമുക്ക് നൈറ്റ് മലയാറ്റൂർ മല കയറാൻ പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ മുകളിൽ വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങുന്ന ടൈം, ആനയും പുലി അങ്ങനത്തെ ഇതുകളൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. സോ നമ്മളങ്ങോട്ട് നമുക്ക് രാത്രി പ്രവേശനമില്ല.
സോ നമ്മൾ രാത്രി ഒരു ഈവനിങ് ടൈമൊക്കെ പോയി കാണുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. നമുക്ക് സൺസെറ്റൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും. സോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് മലയാറ്റൂർ കാണണം. നമ്മൾ മലയൊക്കെ നമ്മളുടെ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറുമ്പോൾ അതൊരു വേറൊരു വൈബാട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചായയാണ്. സോ 12 മണിക്ക് 1 മണിക്കാണ്. ഒന്ന് ആലോചിക്കണം നമ്മൾ ഒറ്റ മൈൻഡ് ഒരു നൈറ്റ് റൈഡ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മലയാറ്റൂരിൽ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ തട്ടുകടയിലാണ്. അവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞ് തട്ടുകടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ തട്ടുകടയിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ചെന്ന് നമുക്ക് ചായയൊക്കെ അടിച്ച് കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. 2 കുരങ്ങന്മാര് അല്ല ഒരു കുരങ്ങൻ ഇവിടെ. കോഫി ഉണ്ടാവും. ചേച്ചിക്ക് ഹായ് പറ. ചേച്ചിക്ക് ഹായ് പറയുന്നുണ്ട്. 2 കുരങ്ങന്മാര്. ഷമേമ്മ ഹായ് പറ. പേപ്പ ഹായ് പറ. ചായ കുടിക്കാനില്ല. അമ്മ എന്ത്? ഞാൻ 2 വാക്ക് പറയണ. ചായ കൊണ്ടുവരുമ്പോഴത്തേനെ ഒരു ഹായ്. 2 വാക്ക്. മലയാറ്റൂരിന്റെ മണ്ണിലാണ് നമ്മളിപ്പോ കാലുകുത്തിയിരിക്കുന്നത്. ചരിത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മലയാറ്റൂർ ഒരു കാപ്പി എടുത്തോ. 2 എനിക്കും ചായ. നല്ല അടിച്ച ചായ നോക്കുക. ചേട്ടൻ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണം. കുഴിമന്തി ചുമ്മാ അയക്കാന്നോ? നല്ല ചായ. ഒരടി അടിക്കും ഗൈസ്. ആ ചേട്ടന്റെ അടി ഉണ്ടോ? മൂന്നാമത്തെ ചായ അടിക്കണം ഗൈസ്. 3 കാപ്പിയോ? 1 2 3 ചായ റിവ്യൂ പറയൂ. നൈസ് അടിച്ച ചായ ഗൈസ്. ഗൈസ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് മണിച്ചേട്ടന്റെ ബജ്ജിക്കടയിലാട്ടോ. ഇവിടെ ബജ്ജി എല്ലാം ഇപ്പൊ തീർന്നു. നാളെ രാവിലെ ഒന്നിനെ കിട്ടും. രാവിലെ ഇല്ല ഗൈസ്. എപ്പോഴാണല്ലോ ഏട്ടാ? 2 മണിക്ക്. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ ആരാ? മണിച്ചേട്ടന്റെ ബജ്ജിക്കട കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. നൈസ് ചായ ഗൈസ്. കേരളത്തിന്റെ തനതായ രുചി. നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ തട്ടുകടയിലെ മണിച്ചേട്ടൻ തന്നെ അടിച്ചു തരുന്ന ചായ. കിടുക്കാച്ചി ചായ. നമുക്കിപ്പോ 4 കാപ്പി സെറ്റ് ആക്കുന്നുണ്ട് ഗൈസ്. 11 മണിക്കുള്ള നൈറ്റ് റൈഡിൽ നമ്മള് കാപ്പിയും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നേക്കാം തട്ടുകടയില്. അത് നമ്മുടെ മണിച്ചേട്ടന്റെ തട്ടുകടയില്. അതിന്റെ മമ്മിയൊക്കെ അവിടെ നിന്ന് സുഖമായിട്ട് ചായ കുടിക്കാണ്. 2 കുരങ്ങന്മാര് 2 പിന്നെ പൊന്നമ്മന്റെ ഒരു ഉണ്ട്. പേപ്പൻ ഇവിടെ ആസ്വദിച്ച് കുടിക്കുകയാണ്. സൈഡിലുണ്ട് അടിപൊളി ചായ. ഞങ്ങൾക്ക് കാപ്പി ടൈം. ഞങ്ങള് കാപ്പി വൈബായിരിക്കണം. എല്ലാം കോഫിയാ. നല്ല കാപ്പി. ചൂടാണോ? അല്ല പട്ടിക്കുട്ടന്മാർ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ്. അപ്പൊ നമ്മള്
ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ വേപ്പൻ പറഞ്ഞു നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. അപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അത് രാത്രി 12 മണിക്ക് ഗൈസ്. നല്ല വൈബാണ്. എൻ്റെ പൊന്നോ, പേടിച്ച് ഞങ്ങൾ ചത്തുപോകുന്ന വെച്ചാൽ ഭയങ്കര രീതിയിൽ ലൈക്ക് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി വെട്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കയറുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ആ വെട്ടം. നിങ്ങൾക്കിപ്പോൾ കാണാം, അവിടെ ഒട്ടും വെട്ടമില്ല. ഭയങ്കര സ്കേറിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്കേറി കഥകളൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. പേപ്പനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി പ്രേതം നിൽപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുവാണ്. പേപ്പന് പിന്നെ ഉള്ളതാണ് ഞങ്ങളിങ്ങനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ പേപ്പന് ഒരു മനസ്സുകള് കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ മലയാറ്റൂരിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള മലയാട്ടോ. മല വഴിക്കൂടെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇതങ്ങനെ തൂങ്ങിയിടുന്നത് അതിലെ ഭംഗി ഇങ്ങനെ കൊഞ്ചല്ലേട്ടാ. ആനയുണ്ടോ? ആന. എലിഫന്റ് ക്രോസിംഗ് ഏരിയ. ആനയുടെ കണ്ണടയാണത്. നമ്മള് ആരും കില്ലില്ല. ഞാൻ പിടിക്കാം. ചേച്ചി പറഞ്ഞു ഞാൻ പിടിക്കാം. This is our house guys. സൈഡിൽ കൂടെ അതെ എല്ലാം താണ്ടി ഇറങ്ങി. മേമ പാട്ട് പാടൂ. നമ്മള് ബാക്കി കൂടെ കാണാം ഗൈസ്.